ഈ നാർസിസ്റ്റിക് അബ്യൂസിന് ശേഷം വളരെ നല്ലവരായിട്ട് കാണിക്കുന്ന നമ്മുടെ ഈ പീപ്പിൾ പ്ലീസിങ് സ്വഭാവം അത് ശരിയാക്കേണ്ടതില്ലേ, അല്ലെങ്കിൽ അത് തുടരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ നാർസിസ്റ്റിക് അബ്യൂസിൽ തുടരുന്നവരാണെങ്കിലും അതിജീവിച്ച് വന്നിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതിൽ നിന്ന് പുറത്ത് വരിക എന്നുള്ള ഒരു ചിന്തയാണ് ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട്. ഇപ്പോൾ ഒരു പാരലൽ ലിവിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും അബ്യൂസിന് ശേഷമുള്ള പുതിയ ജീവിതം തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പോഴും അനാവശ്യമായിട്ട് യെസ് പറയേണ്ടി വരുന്നുണ്ട്, നോ പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ചുറ്റുമുള്ളവരെ ഹാപ്പിയാക്കി നിർത്താൻ വേണ്ടിയിട്ട്, കാമാക്കി നിർത്താൻ വേണ്ടിയിട്ട് ഇപ്പോഴും നമ്മൾ അനാവശ്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ചുറ്റുമുള്ളവരെ വളരെയധികം അനലൈസ് ചെയ്യുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങളെ വളരെയധികം അനലൈസ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ആവശ്യങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിലേക്കാണെങ്കിൽ നമുക്ക് ഇപ്പോഴും ഗിൽറ്റ് തോന്നാറുമുണ്ട്. നമ്മുടെ നാട്ടിലെ രീതികളിൽ ഇതങ്ങനെ പെട്ടെന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം നല്ല ആളാണെന്നുള്ളൊരു ഇമേജ്, നല്ല കുട്ടി ഇമേജ് എന്ന് പറയുന്ന ഇമേജ് ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ള ഒരു അന്തരീക്ഷവും ചുറ്റുപാടുമായിരിക്കും നാർസിസ്റ്റിക് അബ്യൂസിന് ശേഷവും ഉണ്ടാകുന്നത്. അപ്പോൾ സഹനം എന്ന് പറയുന്ന കാര്യം ഓൾറെഡി നമ്മളുടെ കണ്ടീഷനിങ്ങിൽ ഉള്ള ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ആ കണ്ടീഷനിങ് ഇപ്പോഴും നമുക്ക് ഓവർകം ചെയ്യാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്ര എളുപ്പമായിരിക്കില്ല എല്ലാ കാര്യത്തിലും നോ പറയുന്നതും ബൗണ്ടറി വെക്കുന്നതും എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. കാരണം സെൽഫ് സാക്രിഫൈസ് ചെയ്യുന്നതിനെയാണ് ഗുഡ് ആയിട്ടുള്ള ഹസ്ബൻഡ്, ഗുഡ് ആയിട്ടുള്ള വൈഫ്, ഗുഡ് ആയിട്ടുള്ള പാർട്ണർ, ഗുഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുള്ളത്. ശരിക്കും ആക്ച്വലി അങ്ങനെയാണോ? നമ്മൾ ഈ ചുറ്റുമുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷനെ ഡിപ്പെൻഡ് ചെയ്താണോ നമ്മുടെ വാല്യൂ ഇരിക്കുന്നത്? ക്ലിനിക്കൽ സൈക്കോളജി വളരെ കൃത്യമായിട്ട് ഇതിന് പിന്നിലുള്ള സത്യം വെളിവാക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാർസിസ്റ്റിക് അബ്യൂസ് കഴിഞ്ഞിട്ടുള്ള പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമല്ല, അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് അല്ല, അതൊരു ട്രോമ റെസ്പോൺസ് ആണ്. എന്തുകൊണ്ടാണ് നാർസിസ്റ്റിക് അബ്യൂസ് ഇങ്ങനെ നമ്മളെ ക്രോണിക് ആയിട്ടുള്ള പീപ്പിൾ പ്ലീസേഴ്സ് ആക്കി മാറ്റുന്നത്? ഇത് മറികടക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ട 4 ക്ലിനിക്കൽ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് പറയാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. നാർസിസ്റ്റിക് അബ്യൂസ് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അത് സർവൈവ് ചെയ്ത് വന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ നടത്തുന്ന പിയർ സപ്പോർട്ട് സെഷൻസ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത ആഴ്ചത്തേക്കുള്ള സ്ലോട്ട്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ട്രോമ സൈക്കോളജിയിൽ പീപ്പിൾ പ്ലീസിംഗ് ബിഹേവിയറിനെ ഫോൺ റെസ്പോൺസ് എന്നാണ് പറയുന്നത്. ഇത് ഞാൻ മുമ്പ് വീഡിയോയിലും എൻ്റെ ഇൻഡിവിജ്വൽ സെഷൻസിലും ഒക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഓർ ഫ്രീസ് ഓർ ഫോൺ എന്ന് പറയുന്ന 4 അവസ്ഥയിലായിരിക്കും നമ്മൾ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതിൽ ഫോൺ എന്ന് പറയുന്ന അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താൽക്കാലികമായിട്ട് ആ റിലേഷൻഷിപ്പിൽ നിലനിൽക്കുമ്പോൾ ഈ ടോക്സിക് ആയിട്ടുള്ള നാർസിസ്റ്റിക് ആയിട്ടുള്ള ഈ പേഴ്സണെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവരെ തൽക്കാലത്തേക്ക് ഒന്ന് അടക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് അവർക്ക് വേണ്ടി വഴങ്ങി കൊടുത്തുകൊണ്ട് അവിടെ നിൽക്കാനുള്ള റിലേഷൻഷിപ്പിൽ തുടരാനുള്ള ഒരു സർവൈവൽ സ്ട്രാറ്റജിയാണ്. ഒരു നാർസിസ്റ്റിന്റെ ഒപ്പം ജീവിക്കേണ്ടി വരുമ്പോൾ ഒരു ചെറിയ ബൗണ്ടറി പോലും വെച്ച് കഴിഞ്ഞാൽ അവർ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള റേജ് കാണിക്കും. നമ്മളെ അങ്ങേയറ്റം താറടിക്കുന്ന രീതിയിൽ, എഴുത്തിക്കെട്ടുന്ന രീതിയിൽ, താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ അവർ സംസാരിക്കും. അത്തരം ഒരു സാഹചര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കുറെ കാലം അതിൽ ജീവിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി സർവൈവൽ മെക്കാനിസത്തിന്റെ ഭാഗമായി നാർസിസ്റ്റിന്റെ മൂഡിനനുസരിച്ച് അവരെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ജീവിക്കാനായിട്ട് പ്രേരിതമാകും. എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് സംഭവിക്കുന്നതിന് മുമ്പ്, അടുത്ത വലിയ വഴക്കുണ്ടാകുന്നതിന് മുമ്പ് അവരെ തണുപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് വരാതെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലായിരിക്കും വിക്ടിമായിട്ടുള്ള വ്യക്തി ഉണ്ടാവുക. കുറെ നാളത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ ത്രെട്ട് ഡിറ്റക്ട് ചെയ്യുന്ന ഭാഗമായിട്ടുള്ള അമിഗ്ഡാല നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ ദേഷ്യത്തെ, അവരുടെ ഡിസപ്പോയിന്റ്മെന്റിനെ, അവരുടെ നിരാശയൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പെട്ടെന്നുള്ള ഡേഞ്ചർ ആയിട്ടായിരിക്കും ഡിറ്റക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു വിധേയത്വവും അനുസരണയും ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ സിസ്റ്റം, നമ്മുടെ ബ്രെയിൻ അഡാപ്റ്റ് ആവും, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും നിലനിൽക്കുക. നമ്മുടെ ലൈഫിൽ നിന്ന് ഈ അബ്യൂസർ ആയിട്ടുള്ള വ്യക്തി പോയാൽ പോലും നമ്മളൊരു ലൂപ്പിലായിരിക്കും പെട്ടിട്ടുണ്ടായിരിക്കുക. നമ്മൾ അതിനുശേഷം പരിചയപ്പെടുന്ന സുഹൃത്തുക്കളിലാണെങ്കിലും കോവർക്കേഴ്സ് ആണെങ്കിലും നമുക്ക് ചുറ്റും വരുന്ന ആൾക്കാരിൽ, അല്ലെങ്കിൽ നമ്മൾ ചുറ്റും നിർത്തുന്ന ആൾക്കാരിലാണെങ്കിലും അവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മൾ കാരണം ഉണ്ടാവോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരെ എപ്പോഴും പ്ലീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയോടെ തന്നെയായിരിക്കും നമ്മൾ നിലനിൽക്കുന്നുണ്ടാവുക. കാരണം നമ്മുടെ ബ്രെയിൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആരെങ്കിലും ഡിസപ്പോയിന്റ് ചെയ്യുന്നത് വലിയൊരു അപകടം, അല്ലെങ്കിൽ വലിയൊരു ഹാം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയറൽ പാറ്റേൺ നിരന്തരം ട്രെയിൻ ചെയ്യുന്നതിലൂടെയാണ് ഇതിനെ മറികടക്കാൻ പറ്റുക എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള യെസ് പറയാനുള്ള, പെട്ടെന്ന് യെസ് പറയാനുള്ള നമ്മുടെ ആ ഒരു ടെൻഡൻസിയെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള പൗസ് കൊണ്ട്, ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സൈലൻസ് കൊണ്ട്, ഒരു ഇടവേള കൊണ്ട് നേരിടുക എന്നുള്ളതാണ്.
ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കൈ കൊണ്ട് തടയുന്ന, അല്ലെങ്കിൽ ആ ഒരു കൈ മൂവ്മെന്റ് പോകുന്ന പോലെ, ആ റിഫ്ലക്സ് ആക്ഷൻ പോലെ ആയിരിക്കും നമ്മൾ എല്ലാവരോടും എസ് പറയുന്നത്. കാരണം നമുക്ക് ആ എസ് പറയുന്നതിന് മുമ്പ് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ എടുക്കുന്നുണ്ടാവില്ല. പെട്ടെന്ന് തന്നെ അവർക്കങ്ങ് എഗ്രിയബിൾ ആയി കൊടുക്കുന്ന, അവർക്കങ്ങ് വഴങ്ങി കൊടുക്കുന്ന ഒരു നേച്ചർ ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നമ്മളായിരിക്കുന്ന പീപ്പിൾ പ്ലീസറിനോട് ആരെങ്കിലും ഒരു ഫേവർ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിൽ ഒരു ആങ്സൈറ്റി ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് അവർക്ക് വഴങ്ങി കൊടുക്കുന്ന, അവരോട് എസ് പറയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ആങ്സൈറ്റി അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ റിക്വസ്റ്റ് വരുന്ന സമയത്ത് ആ റിക്വസ്റ്റിനും നിങ്ങളുടെ റെസ്പോൺസിനും ഇടയ്ക്ക്, നിങ്ങളുടെ മറുപടിക്കും ഇടയ്ക്ക് നിങ്ങൾ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ടൈം ബഫർ എടുക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ഈ നാർസിസ്റ്റിക് അബ്യൂസ് കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അങ്കിളോ ആന്റിയോ നിങ്ങളുടെ റിലേറ്റീവോ നിങ്ങളടുത്ത് വന്നിട്ട് ആ ഒരു ഇവന്റ് നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കുറച്ച് പൈസ നിനക്ക് സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ ഇന്ന കാര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അയ്യോ ശരിയാക്കാം. അപ്പോൾ പെട്ടെന്ന് ഇത്തരത്തിൽ മറുപടി കൊടുക്കുന്നതിന് പകരം നിങ്ങൾ പറയുക, എനിക്ക് എന്റെ ജോലിയുടെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് നോക്കിയിട്ട് ഞാൻ നാളെ പറയാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ പറയുക, ഞാനൊന്ന് നോക്കട്ടെ, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. അപ്പൊ ഇങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് നിങ്ങളൊരു 24 hours കഴിഞ്ഞ് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ആ ഒരു ട്രോമ റെസ്പോൺസിനെ ഓവർകം ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് വർക്ക് ചെയ്ത് തുടങ്ങും. ലോജിക്കലി ചിന്തിക്കാനുള്ള നമുക്കൊരു ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പിൽ നമുക്ക് കൃത്യമായിട്ടുള്ള തീരുമാനമെടുത്ത ശേഷം നമ്മൾ ആലോചിക്കാം, ആ ഗ്യാപ്പിൽ നമുക്ക് സ്വയം ചിന്തിക്കാം, ഇത് എനിക്ക് എനർജി ഉണ്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന കാര്യമാണോ ഇത് ശരിക്കും ഇപ്പോൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഞാനൊരു അനാവശ്യമായിട്ടുള്ള എസ് അല്ലേ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്, അത് പറയേണ്ട കാര്യമുണ്ടോ, ഇന്ന് റീതിങ്ക് ചെയ്ത ശേഷം, സെൽഫ് റിഫ്ലക്ട് ചെയ്ത ശേഷം നിങ്ങൾ മറുപടി കൊടുക്കുക. രണ്ടാമത്തേത്, നമ്മൾ ട്രാൻസിഷൻ ചെയ്ത് വരിക നമ്മുടെ എക്സ്റ്റേണൽ വാലിഡേഷൻ സീക്ക് ചെയ്യുന്ന ടെൻഡൻസിയിൽ നിന്നും നമ്മുടെ ഇന്റേണൽ റിയാലിറ്റിയിലേക്ക്. ഇവിടെ നമ്മൾ എന്താണ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ ഒപ്പീനിയൻ അല്ല നമ്മുടെ സേഫ്റ്റി നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വം നിർണ്ണയിക്കുന്നത്. ഈ നാർസിസ്റ്റിക് അബ്യൂസ് അനുഭവിക്കുന്നത് നമ്മളെ ഒരു നിരന്തരം ഒരു എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിലായിരിക്കും നിലനിർത്തുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ ഇമോഷണൽ ടോർച്ചറിങ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ പ്രഷർ കാരണം നമ്മൾ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റിയും സെൽഫ് വർത്തും നിശ്ചയിക്കുന്നത് ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങളും അവരുടെ അപ്രൂവലും ആയിരിക്കും. ശരിക്കും ഹീലായി വരുന്നതിന്റെ ഒരു ലക്ഷ്യം തന്നെ ഈ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിനെ നമ്മളുടെ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ അപ്രൂവൽ ചോദിക്കേണ്ടത് നമ്മളോട് മാത്രമായിരിക്കണം. നമ്മളെപ്പോഴും വിധേയപ്പെട്ടിരിക്കേണ്ടതും നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് ആദ്യം ഉണ്ടാക്കേണ്ടതും നമ്മളോട് മാത്രമായിരിക്കണം. കാരണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഡിപ്പെൻഡ് ചെയ്താകരുത് നമ്മുടെ സെൽഫ് വർത്ത് നിശ്ചയിക്കപ്പെടുന്നത്. അതെപ്പോഴും ഈ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിൽ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഉണ്ടാവുന്നത്. ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിലേക്ക് വരുമ്പോൾ നമ്മുടെ വാല്യൂസിനെ ആ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, നമ്മുടെ സ്ട്രെങ്തുകളെ മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ ആ കരുത്തുകളിൽ ഊന്നിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ്, ആ വാല്യൂസിൽ ഊന്നിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ കുഞ്ഞിലേ മുതലേ ഇപ്പോൾ നാർസിസ്റ്റിക് ഡൈനാമിക്സിൽ വളർന്നു വന്ന കുട്ടികളാണെങ്കിൽ കൃത്യമായിട്ട് അറിയായിരിക്കും എത്രത്തോളം കണ്ടീഷൻ പെടുന്നുണ്ട്. നമ്മൾ നാട്ടുകാരെന്ത് പറയും, ബാക്കിയുള്ളവരെന്ത് പറയും. അപ്പൊ അത്രയും വലിയൊരു കണ്ടീഷനിങ് തന്നെയാണ് ഈ നാർസിസ്റ്റിക് അബ്യൂസിൽ വേഴ്സ് ആയി മാറുന്നത്. നമ്മൾ പിന്നീട് അങ്ങോട്ട് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ഫാമിലി ഫംഗ്ഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നില്ല, നമുക്ക് മെന്റൽ പീസിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ പീപ്പിൾ പ്ലീസർ ആയിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഉള്ളതെങ്കിൽ ഇതൊരു വലിയ കുറ്റം ചെയ്ത പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളെ എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാത്ത പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മുടെ ബ്രെയിൻ നമ്മളോടൊപ്പം പറയുക, നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ, അനുസരണയോടെ വിധേയപ്പെട്ട് നിന്നു കൊടുത്തില്ലെങ്കിൽ നമ്മളൊരു ടെറിബിൾ പേഴ്സൺ ആണ് എന്നുള്ള രീതിയിലായിരിക്കും. ഇതിനെ കൗണ്ടർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇന്റേണൽ റിയാലിറ്റി വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ എൻ്റെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയാണ് സമയം എടുക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സമയം മാറി നിൽക്കുന്നത്, അതിന് ഞാൻ ആരോടും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ചുറ്റുമുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ നോക്കേണ്ട കാര്യമില്ല എന്ന് നമ്മളോട് തന്നെ ലൗഡായിട്ട് പറയുക. ഇപ്പൊ മറ്റുള്ളവർ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും നമ്മൾ നോർമലൈസ് ചെയ്യുക. ആൾക്കാരിങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, നമ്മുടെ ഹീലിംഗിന് വേണ്ടിയിട്ട് സമയം എടുക്കുന്നതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ലെറ്റ് ദം ബി. കാരണം നമ്മൾ അനുസരണയോടെ വിധേയത്വത്തോടുകൂടി നിന്നു കൊടുക്കുന്ന സമയത്ത് മൊത്തം ആ സമയത്തെ നമ്മളോട് സ്നേഹം കാണിക്കുള്ളൂ എന്നുള്ള ആൾക്കാരെ ഇനി അങ്ങോട്ടാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ആവശ്യമില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ആൾക്കാർ തന്നെയാണ്. മൂന്നാമത്തെ കാര്യം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നെർവസ് സിസ്റ്റം കോ റെഗുലേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യമായിട്ട് ബൗണ്ടറീസ് വെച്ച് ശീലിക്കുമ്പോൾ, ആൾക്കാരോട് നോ പറഞ്ഞ് ശീലിക്കുമ്പോൾ നമ്മൾ വളരെയധികം ഒരു ആങ്സൈറ്റി നമുക്ക് ഉണ്ടാകുന്ന പോലെ, ഒരു ചെസ്റ്റ് പ്രഷർ ഉണ്ടാകുന്ന പോലെ, ഒരു ഗട്ടിൽ ഒരു ഫീലിംഗ്, ഒരു ആങ്സൈറ്റി ഫീലിംഗ് ഉണ്ടാകുന്ന പോലെ ഒക്കെ നമുക്ക് തോന്നും. ഇത് നിങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യം ചെയ്തു എന്നുള്ളതിന്റെ തെളിവല്ല, അല്ലെങ്കിൽ അത് കാരണമല്ല ഉണ്ടാകുന്നത്. ഇത് ആ പഴയ ആ ട്രോമ റെസ്പോൺസ് തന്നെ നമ്മുടെ ഉള്ളിൽ ഫാൾസ് ആയിട്ടുള്ള അലാറംസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗിൽറ്റിനെ, ഈ കുറ്റബോധത്തെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? അതിന് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞ നോ തിരിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി നമ്മളെ തന്നെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരിടത്ത് ശാന്തമായിട്ട് ഇരിക്കുക, നിങ്ങളുടെ ചെസ്റ്റിൽ കൈ വയ്ക്കുക,
പതുക്കെ ശ്വാസം എടുക്കുക, വിടുക, റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. എന്നിട്ട് നിങ്ങളോട് തന്നെ പറയുക, ഞാനിപ്പോൾ സേഫ് ആയിട്ടാണുള്ളത്. നോ പറഞ്ഞെങ്കിൽ കൂടി എനിക്കിപ്പോൾ ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ ഫിസിക്കലി സേഫ് ആയിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഓവർ എ കോഴ്സ് ഓഫ് ടൈം ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ നെർവസ് സിസ്റ്റം സ്വയം മനസ്സിലാക്കിക്കോളും, ഓക്കെ, നമ്മൾ നോ പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല, നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ മെന്റൽ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ നോ പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ നോ പറഞ്ഞത് എന്നുള്ള രീതിയിലേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ അഡാപ്റ്റ് ആയി വന്നോളൂ. നാലാമത്തെ കാര്യം, നിങ്ങൾ ആത്മാർത്ഥമായി തന്നെ ചെയ്യാൻ കഴിയുന്ന കുറെ കാര്യങ്ങൾ ബിൽഡ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഈ അനുസരണയുടെ, വിധേയത്വത്തിന്റെ ആ ഒരു മാസ്കിന്റെ അകത്തുള്ള ശരിയായിട്ടുള്ള നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ലോങ് ടേം ട്രോമ അനുഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഐഡന്റിറ്റി സപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക്, ഇഷ്ടമില്ലായ്മകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ, ബൗണ്ടറികൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ഉള്ള ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ ഉണ്ടായിരിക്കുക. ഇതിനെ മറികടക്കാനായിട്ട് ഓരോ ദിവസവും ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തു തുടങ്ങുക. ചെറിയ ചെറിയ തീരുമാനങ്ങൾ. നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്ത് ഫുഡാണ് ഇന്ന് എനിക്ക് കഴിക്കാൻ പറ്റുക, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം കഴിക്കാൻ പറ്റുക, ബാക്കിയുള്ളവരുടെ താല്പര്യത്തിന് വിധേയപ്പെടാതെ, അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിന്റെ സ്വാധീനമില്ലാതെ, മറ്റുള്ളവരുടെ ആരുടെയും ഇൻവോൾവ്മെന്റ് ഇല്ലാതെ എനിക്ക് സ്വയം ഇഷ്ടമുള്ള ഒരു മ്യൂസിക് എനിക്ക് കേൾക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് ചെയ്യാനായിട്ട് പറ്റുമോ, എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഹോബി എനിക്ക് ചെയ്യാനായിട്ട് പറ്റുമോ, എന്തൊക്കെയാണ് എനിക്ക് ഒരു രീതിയിൽ ആരോടും നെഗോഷിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത എൻ്റെ പേഴ്സണൽ ബൗണ്ടറീസ്, എൻ്റെ പേഴ്സണൽ ടൈമിന്റെ കാര്യത്തിലും എൻ്റെ പേഴ്സണൽ റെസ്റ്റിന്റെ കാര്യത്തിലും. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമുള്ള ഡിസിഷൻസ് ഇത്തരത്തിൽ എടുത്തു തുടങ്ങുമ്പോഴത്തേക്കും നാർസിസിസ്റ്റ് കുറെ കാലമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തെയാണ് നിങ്ങൾ ഓവർകം ചെയ്യുന്നത്, നിങ്ങളുടെ ഐഡന്റിറ്റി ഇല്ലാതാക്കാനുള്ള ശ്രമത്തെ. നിങ്ങൾ ആസ് എ പേഴ്സൺ, നിങ്ങളുടെ വർത്ത് എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം മറ്റുള്ളവർക്ക് ഉപകരിക്കും, നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് ഉപകരിക്കും എന്നുള്ളതിന്റെ ബേസിസിലല്ല നിർണ്ണയിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും നമ്മൾ നാർസിസ്റ്റിക് അബ്യൂസിൽ ഉണ്ടായിരിക്കുമ്പോൾ, അങ്ങനെ ഒരാളുടെ കീഴിൽ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ വിധേയപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന സമയത്ത് അതൊരു നല്ല ഷീൽഡായിരുന്നു അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞു, നമ്മൾ അതിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഇപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്തുകൊണ്ട്, സ്വയം ബേൺ ചെയ്തുകൊണ്ട് ആൾക്കാരെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ചുറ്റുമുള്ളവർക്ക് കംഫർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രാക്ടീസുകളിലൂടെ നമ്മൾ വരുത്തി തീർക്കേണ്ട ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള പീപ്പിൾ പ്ലീസിംഗ് ഓവർകം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില ആൾക്കാർക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടായേക്കാം, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. അവർ പറഞ്ഞേക്കാം നിങ്ങൾ ഇപ്പോൾ ഭയങ്കര അഗ്രസീവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഭയങ്കര മാറ്റം ഉണ്ടായിരിക്കുന്നു നിങ്ങൾ എന്നൊക്കെ പറഞ്ഞേക്കാം. നിങ്ങൾ ഇത്തരത്തിൽ ഹെൽത്തി ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട പേഴ്സണൽ ബൗണ്ടറീസ് നിങ്ങളുടെ ലൈഫിൽ വെക്കുമ്പോൾ അപ്സെറ്റ് ആകുന്ന ആൾക്കാരാണ് നിങ്ങൾ ബൗണ്ടറി ഇല്ലാതിരുന്ന സമയത്ത്, നിങ്ങൾ പീപ്പിൾ പ്ലേസസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. അതുകൊണ്ട് തന്നെയാണ് അവർ അസ്വസ്ഥരാകുന്നത്. റിയൽ ആയിട്ട് നിങ്ങളോട് സഹാനുഭൂതിയും സ്നേഹവും എമ്പതിയും ഒക്കെ ഉള്ള ആൾക്കാർ നിങ്ങൾ ബൗണ്ടറീസ് വെച്ച് കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും. അവർക്കൊരു മാറ്റം ഉണ്ടാവില്ല. അവർ ഫുള്ളി ഓക്കെ ആയിരിക്കും നിങ്ങളുടെ ബൗണ്ടറീസിൽ. നിങ്ങൾക്ക് വേണ്ട നെസസറി ആയിട്ടുള്ള റെസ്റ്റിന് വേണ്ടിയിട്ട് ആൾക്കാർക്കിടയിൽ ബൗണ്ടറി വെക്കുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സണൽ ടൈമിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്കിടയിൽ ബൗണ്ടറി വെക്കുന്നു, മറ്റുള്ളവരോട് നോ പറയുന്നു എന്നുള്ളത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴും നോർമലൈസ് ചെയ്യേണ്ട, ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ അത് ഒരു ശീലമാക്കി തന്നെ മാറ്റേണ്ട ഒരു കാര്യമാണെന്ന് നിരന്തരം നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഡെഫിനറ്റ്ലി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഇത് മറികടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും. നിങ്ങൾ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികൾക്കും ബാക്കിയുള്ളവർക്കും കൊടുത്തുകൊണ്ടിരുന്ന എമ്പതിയും കെയറും പ്രൈമറിലി നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. ആൻഡ് ആ കാര്യത്തിൽ ഒരു രീതിയിലും ഗിൽറ്റ് തോന്നേണ്ടയോ കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. ഏതെങ്കിലും തരത്തിൽ ഗിൽറ്റ് തോന്നുകയാണെങ്കിൽ നമ്മളോട് സ്വയം പറയുക, ആ ഗിൽറ്റ് ആ ട്രോമ റെസ്പോൺസിൽ നിന്ന് വരുന്ന ഗിൽറ്റാണ്. നാർസിസ്റ്റിക് അബ്യൂസ് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അത് സർവൈവ് ചെയ്ത് വന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ നടത്തുന്ന പിയർ സപ്പോർട്ട് സെഷൻസ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത ആഴ്ചത്തേക്കുള്ള സ്ലോട്ട്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ എല്ലാം താഴെ കമന്റ് സെക്ഷനിലും എൻ്റെ കമ്മ്യൂണിറ്റി പേജിലും ഈ ഫോം ഫില്ല് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്തുകൊണ്ട് ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഒരു ഭാഗമായി ഈ സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ റിക്കവറി ജേർണിയിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ ബൗണ്ടറീസ് സംരക്ഷിച്ചുകൊണ്ട് തന്നെ, സമാധാനം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ മുമ്പോട്ട് വരുന്നുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും